ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടാണ്. അതപ്പോൾ ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം, എന്താണ് അതുകൊണ്ടുള്ള യൂസസ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വലിയ ബോക്സാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ചെറിയൊരു സംഭവമാണ് കേട്ടോ. ഞാനും ബോക്സ് കണ്ടപ്പോൾ വിചാരിച്ചു എന്തപ്പോൾ ഇതിൽ ഇത്ര അധികം എന്ന്. ഈ ഒരു കുഞ്ഞ് സംഭവം ഇടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്ര വലിയ ബോക്സിൽ നമുക്ക് തന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യണ റേസറാണ് കേട്ടോ. അപ്പം ഞാൻ മാസത്തിൽ ഒരു തവണയെങ്കിലും മുഖത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ ഷേവ് ചെയ്ത് കളയാറുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനത്തെ റേസറാണ് ഞാൻ വാങ്ങാറ്, അല്ലാണ്ട് ബ്ലേഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുന്നൊക്കെ അങ്ങനെ അറിയാണ്ട് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം മുറിയാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കുകൾ വരാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം എനിക്ക് മുഖത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റേസർ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ മുഖത്തെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു രോമങ്ങളൊക്കെ കളയാനായിട്ട്. അപ്പോൾ ഇത് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് പിരുകം ത്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിന് റേറ്റ് എന്ന് പറയുമ്പോൾ 199 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇത് ഓഫർ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മീഷോയിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെറും 113 രൂപയ്ക്കാണ്. ഈ ഒരു ബോക്സിൽ 2 റേസറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ബ്ലേഡ് ആയിക്കോട്ടെ സൂപ്പറാണ് കേട്ടോ. പെട്ടെന്ന് മുറിയൊന്നും ചെയ്യില്ല. പിന്നെ നമ്മളധികം ഹാർഡായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അമർത്തി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായി മുഖത്തെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ട് അതുപോലെ ത്രെഡ് ചെയ്തിട്ടും അതെ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായി, ഇപ്പോൾ പ്രഗ്നൻസി ടൈം ആയ കാരണം അങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട് പോകാറില്ല. വീട്ടിൽ തന്നെ ബ്ലേഡ് വെച്ച് ചെയ്യാറാണ് കേട്ടോ പതിവ്. അതും ഞാൻ ഭയങ്കരമായിട്ട് ഷേപ്പാക്കാറൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പൊട്ട് തൊണ്ണ അവിടെ പിന്നെ പിരുകത്തിന് ചുറ്റും ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ നിൽക്കണ എന്താ പറയുക കാടും പടലൊക്കെ ഒന്ന് എന്താ പറയുക കളയല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇപ്പം നമുക്ക് എന്താ പറയുക കയ്യിൽ പിടിക്കാനായിക്കോട്ടെ, അതുപോലെ എന്താ നമ്മുടെ ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് പോരുന്നുണ്ട്. അതുപോലെ മുറിയെന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ലൊരു ബ്ലേഡാണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്താ പറയുക ബേബി ഹെയർസ് ഒന്ന് റിമൂവ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കൂട്ടോ. പിന്നെ അലർജി ഉണ്ടോയെന്നൊക്കെ നോക്കണം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഈ കവിളിൻ്റെ അവിടെയോ എവിടെയെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ മാത്രം ചെയ്യുക. അതുപോലെ ബ്ലേഡൊക്കെ ഇതുപോലത്തെ റേസർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. നമ്മുടെ കടകളിലൊക്കെ 30 രൂപ തൊട്ട് ഇങ്ങനത്തെ റേസർ അവൈലബിൾ ആണ്. പക്ഷേ അത് ഇത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച കൂടുതലുമാണ്. പിന്നെ അത് മാത്രമല്ല അത്ര ഫിനിഷിങ് അല്ല. അപ്പോൾ നമ്മുടെ പിരികനും അതുപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും മുഖത്ത് മുറിവ് വീഴാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല, നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ, ലിങ്ക് അല്ല കോഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും യൂസ്ഫുള്ളായി വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ മീഷോയിൽ നിന്ന് ആണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതുപോലെ ബേബി ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ മുഖം ഒന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് സ്ക്രാച്ചസ് വീഴാനും അതുപോലെ മുറിവ് ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ മുറിവ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പതുക്കെ സമയം എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. ഞാനിത് വളരെ പതുക്കെയാണ് ചെയ്യണത്. പിന്നെ ഞാൻ ചിലപ്പോൾ കുറച്ച് സ്പീഡ് ഇട്ടിട്ടുണ്ടാവും കേട്ടോ വീഡിയോയിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ഫേസിൽ ഹെയർസ് റിമൂവ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മൾ എതിർ സൈഡിലേക്ക് നല്ല രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ മുറിവ് വീഴാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിക്കണം. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഹെയർ റിമൂവ് ആവുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആവാനും മുഖം നല്ല സോഫ്റ്റ് ആവാനും മുഖം നല്ല ബ്രൈറ്റനിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മളിതുപോലെ മാസത്തിലൊക്കെ ബേബി ഹെയർസ് റിമൂവ് ചെയ്യുമ്പോൾ. പിന്നെ അത് മാത്രമല്ല മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് മേക്കപ്പ് നിൽക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മളിങ്ങനെ മുഖത്തെ രോമം കളയുമ്പോൾ ഈ പിന്നത്തെ പ്രാവശ്യം അത് അധികം ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നുള്ളത്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുഖത്ത് ആകെ കാട് പോലെയായി ഓടുന്നു. ഞാൻ ഇപ്പോൾ ഏകദേശം 2 കൊല്ലത്തോളമായിട്ട് ഞാനിങ്ങനെ മന്ത്ലി ചെയ്യാറുണ്ട്. മുഖത്തെ ബേബി ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട്. എനിക്ക് നല്ല വ്യത്യാസം തോന്നാറുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റനിങ് ആയാലും അതുപോലെ മുഖം നല്ല സോഫ്റ്റായിട്ടും അങ്ങനെ മൊത്തത്തിൽ നല്ല ഇതായിട്ട് തോന്നാറുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ വല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ മുഖത്ത് ആ ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ പിടിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെ ബേബി ഹെയർസ് റിമൂവ് ചെയ്യുന്നത്.
നമ്മുടെ മുഖം നന്നായി സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലി ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഇടണം. കാരണം നമ്മുടെ മുഖത്തിന് രോമകുമിടങ്ങൾ കുമിടങ്ങൾ എന്ത് കുന്തെങ്കിലും ആവട്ടെ, ആ സംഭവം നമ്മുടെ മുഖത്തിൽ ഒരു പ്രൊട്ടക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഈ രോമങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നൊന്നും ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൺ ടാൻ ഏൽക്കാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ നല്ല വശങ്ങളും ഉണ്ട് പൊട്ടവശങ്ങളും ഉണ്ട്. ഏതൊരു കാര്യത്തിന് നല്ല വശങ്ങളും പൊട്ടവശങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ നല്ല ചൂടുള്ള അടുപ്പിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, സൺസ്ക്രീൻ മസ്റ്റാണ്. പിന്നെ നല്ല വശങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫേസ് പാക്ക് ആയിക്കോട്ടെ, നമ്മൾ സെറം ആയിക്കോട്ടെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് നന്നായി അബ്സോർബ് ആവാനും അതുപോലെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടാനൊക്കെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് തന്നെ അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം നമ്മുടെ മുഖം നല്ല ബ്രൈറ്റേൺ ആവും. എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാൻ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നന്നായി മുഖം വാഷ് ചെയ്തിട്ട് വീണ്ടും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യണ ക്രീം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, നന്നായി മുഖം വാഷ് ചെയ്തതിന് ശേഷം. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ഒരു റേസർ നമുക്ക് 2-3 പ്രാവശ്യം റീയൂസിബിൾ ചെയ്യാം കേട്ടോ. 2-3 പ്രാവശ്യമല്ല, എങ്ങനെ പോയാലും ഒരു 4 പ്രാവശ്യമൊക്കെ നമുക്ക് ഈ റീയൂസിബിൾ ചെയ്യാം. അത് നമ്മളിങ്ങനെ ഓരോ വട്ടം ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ഉണക്കി നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 2-3-4 പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാറുണ്ട് ഒരു റേസർ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ മൂർച്ച പോകുമ്പോൾ മാത്രമാണ് ഞാൻ മാറ്റാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ അലർജി ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ മാതിരിയൊക്കെ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസിങ് ക്രീം മസ്റ്റാണ്, സൺസ്ക്രീൻ മസ്റ്റാണ്. അതുപോലെ തന്നെ ബ്ലേഡ് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങുക, അതായത് ലോക്കൽ വാങ്ങാണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും സ്കിൻ ഏത് വശത്താണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ എതിർവശത്തേക്കായി സ്കിൻ നന്നായി വലിച്ചു പിടിച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്താ പറയുക, മുറിവ് വീഴാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ റേസർ ഉപയോഗിച്ച് ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നമ്മുടെ മുഖം നന്നായി മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും പൊട്ടിയിട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല അലർജിയൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ എടുത്ത് ചാടി ഉപയോഗിക്കാണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആവും മുഖം, നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഈ റൈസറിൻ്റെ കോഡ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വേഗം പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ നല്ല ഓഫറുണ്ട് മീഷോയിൽ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.